പ്ലാന്റ്സ് വേൾഡ് ഇക്കെഎം ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇത് ഡിഫൻബാച്ചിയ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ വില 30 രൂപയാണ്. ഇതിൻ്റെ ഗ്രീനും വൈറ്റും ആയിട്ടുള്ള സ്പോട്ട്സ് പോലെയാണ്. അത് വളരെ ഭംഗിയുള്ളതാണ്. അടുത്തത് ഒരു വാട്ടർ പ്ലാന്റ് ആണ്. പെന്നിവേർട്ട് എന്ന് പറയും. കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. സാധാരണ പോലെ നമുക്ക് ചെടിയിൽ നടാം. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് പ്ലീസ്. അടുത്തതൊരു ഗ്രൗണ്ട് ഓർക്കിഡാണ്. വയലറ്റ് കളറാണ്. ഫ്ലവേഴ്സ് ഇതിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ വില 50 രൂപയാണ്. ഇനി അടുത്തത് ഒരു സ്ട്രൈപ്ഡ് കലാത്തിയയാണ്. അത്ര അധികം കാണാത്തൊരു വെറൈറ്റിയാണ്, എന്നാലും എല്ലാവരും കണ്ടു കാണും. ഇതിൻ്റെ വില 30 രൂപയാണ് ഒരു ചെടിക്ക്. അടുത്തത് കുറച്ച് റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഗ്രീൻ കളറിൽ വൈറ്റ് കളറും കൂടിയിട്ടുള്ളതാണ്. കാണാൻ വളരെ ഭംഗിയാണ്. വില 40 രൂപയാണ്. അടുത്തതൊരു CC പ്ലാന്റ് ആണ്. എല്ലാവർക്കും അറിയാം, ഇതിന് വളരെ വിലയുള്ളൊരു ചെടിയാണ്. പക്ഷെ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടി 50 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. താല്പര്യമുള്ളവർ ഉടനെ കോണ്ടാക്ട് ചെയ്യുക. വളരെ കുറച്ച് ചെടികളേ ഉള്ളൂ, 2-3 ഉള്ളൂ എൻ്റെ കയ്യിലാകെ. അടുത്തത് ഡ്രസീന വർഗ്ഗത്തിൽപ്പെട്ട തന്നെ ഒരു ചെടിയാണ്. 30 രൂപയാണ് ഇതിൻ്റെ വില. ഡബിൾ കളറാണ്, പിങ്കും ഗ്രീനും കൂടിയത്. അടുത്തതും ഒരു സ്ട്രൈപ്ഡ് കലാത്തിയാണ്. ഇത് കോമൺ ആയിട്ടുള്ളൊരു ടൈപ്പാണ്. ഇതിൻ്റെ വില 30 രൂപയാണ്. അടുത്തത് റൈസ് കലാത്തിയാണ്, റൈസ് അഗ്ലോണിമയാണ്. ഇതിൻ്റെ വില 30 രൂപയാണ്. വളരെ ടൈപ്പറിങ് ആയിട്ടുള്ള ലീവ്സാണ് ഇതിനുള്ളത്. താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. അടുത്തത് ഒരു സാധാരണ എല്ലാവരും റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഈ അഗ്ലോണിമ. ഇതിൻ്റെ വില 40 രൂപയാണ്. അടുത്തത് ഡ്രസീന വർഗ്ഗത്തിൽപ്പെട്ട ഈ ചെടിയാണ്. ഇതിൻ്റെ ഒരു കട്ടിങ്സിനാണ് 20 രൂപ വില. എന്നുവെച്ചാൽ വേര് പെട്ടെന്ന് വന്നോളൂ. ഓൾറെഡി അതിൽ തന്നെ വേര് ഉണ്ടാവാറുണ്ട്. എളുപ്പത്തിൽ പിടിക്കുകയും ചെയ്യും, നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. അടുത്തത് ബിഗോണിയ വർഗ്ഗത്തിൽപ്പെട്ടതാണെന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് കുറച്ച് റെഡ് ഷെയ്ഡും കൂടി ഇലയുടെ മുകളിൽ വരാറുണ്ട്. കാണാൻ വളരെ ഭംഗിയാണ്. 20 രൂപയാണ് വില. ഇത് നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ഒരു ചെടി തന്നെയാണ്. ഇതിൻ്റെ വില 30 രൂപയാണ്. വളരെ ബുഷിയായിട്ട് ചട്ടിയിൽ വന്നു കഴിയുമ്പോൾ വളരെ ഭംഗിയാണ് കാണാനായിട്ട്. അടുത്തത് ഒരു പല കളറുള്ള ഒരു ചെടിയാണ്. നമുക്ക് ബോർഡറായിട്ടൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ വില 30 രൂപ. അടുത്തത് ബിഗോണിയയിൽ പെട്ട തന്നെ ഒരു ചെടിയാണ്. ഇതിൻ്റെ വിലയും 30 രൂപ തന്നെയാണ്. ബുഷിയായിട്ട് വളർന്നു കഴിഞ്ഞാൽ കാണാൻ വളരെ ഭംഗിയാണ്. അടുത്തത് സിങ്കോണിയം വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ വില 20 രൂപയാണ്. അടുത്തതൊരു സ്ട്രൈപ്ഡ് കലാത്തിയ തന്നെയാണ്. കാണാൻ വളരെ ഭംഗിയാണ്. ഡബിൾ കളറാണ്. ഇതിൻ്റെ വില 40 രൂപയാണ്. ഈ പോത്തോസ് നിങ്ങളധികം കണ്ടു കാണില്ല. ഇതിനെ സ്ലീപ്പിംഗ് പോത്തോസ് എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ കൂമ്പിയേ ഇരിക്കുകയുള്ളൂ, ഇല ഒരിക്കലും വിടരില്ല. ഹാർട്ട് ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കും. വളരെ ഭംഗിയാണ് കാണാൻ. അധികം ആരും കണ്ടു കാണില്ലായിരിക്കും. അതിൻ്റെ വില 50 രൂപയാണ്. ഇതിൻ്റെ വില 30 രൂപയാണ്. ബിഗോണിയ തന്നെയാണ്. അടുത്തതും ഡിഫൻബാച്ചിയ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ചിലപ്പോൾ നല്ല വൈറ്റ് ഇലയായിരിക്കും. അത് കഴിയുമ്പോൾ പതുക്കെ ഗ്രീനായിട്ട് മാറും. ഇതിൻ്റെ വില 30 രൂപ. അടുത്തത് മോൺസ്റ്ററ പ്ലാന്റ് ആണ്. ഇതിന് ഹോൾസ് വളരെ വലുതായിട്ടാണ്. ഇതിൽ ചെറിയ 2-3 ഹോളുള്ളതും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇത് കുറച്ച് റയർ വെറൈറ്റിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.